നമസ്കാരം. മഹാരാഷ്ട്രയും ഡൽഹിയും ബി.ജെ.പി. പക്ഷത്തേക്ക് എത്തിച്ച ആർ.എസ്.എസിന്റെ അടുത്ത ലക്ഷ്യം ബംഗാളാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ കുത്തക ഭരണമായിരുന്നു. 4-3 ഭൂരിപക്ഷമുള്ള ഭരണം. പ്രതിപക്ഷം അപ്രസക്തമായ കാലം. അരവിന്ദ് കെജ്രിവാൾ അജയ്യനാണെന്ന് ഏവരും വിലയിരുത്തി. പക്ഷേ ഡൽഹിയിലെ ഫലം മറ്റൊന്നായിരുന്നു. ഇതിനു പിന്നിൽ ആർ.എസ്.എസ്. എന്ന സംഘടനയുടെ കരുത്താണെന്ന് ഏവരും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ബി.ജെ.പിക്ക് ചരിത്ര ഭൂരിപക്ഷം നൽകിയതും ആർ.എസ്.എസിന്റെ പ്രവർത്തനമായിരുന്നു. ഹരിയാനയിൽ ഏവരെയും അമ്പരപ്പിച്ച് ബി.ജെ.പിക്ക് ഭരണ തുടർച്ചയും ആർ.എസ്.എസ്. നൽകി. കേജ്രിവാളിന്റെ കയ്യിൽ നിന്നും ഭരണം പിടിച്ചെടുത്ത ആർ.എസ്.എസിന്റെ അടുത്ത ലക്ഷ്യം ബംഗാളാണെന്നാണ് റിപ്പോർട്ട്. ആർ.എസ്.എസ്. മേധാവി മോഹൻ ഭാഗവത് നടത്തിയ 10 ദിവസത്തെ ബംഗാൾ പര്യടനം ഇതിന്റെ സൂചനയാണ് നൽകുന്നത്. ബംഗാളിൽ ഉടനീളം വേരുറപ്പിക്കുകയാണ് ലക്ഷ്യം. ആർ.എസ്.എസ്. പ്രാദേശിക പ്രവർത്തകരുമായി അടച്ചിട്ട മുറിയിലെ കൂടിക്കാഴ്ച, സംഘടനയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പദ്ധതികൾ, പുതിയ ഓഫീസ് ഉദ്ഘാടനം, കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കളെ കാണൽ, ഇങ്ങനെ പല ഇടപെടലുകളും മോഹൻ ഭാഗവത് നടത്തി. ഭാഗവതിന്റെ സന്ദർശനത്തെ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയാണ് തൃണമൂലും കാണുന്നത്. 2026 മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലാകും ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ബി.ജെ.പി. മുന്നേറ്റമുണ്ടാക്കി. പിന്നീട് കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി മമതാ ബാനർജി അനുകൂലമാക്കി. തൃണമൂൽ കോൺഗ്രസ് അജയ്യ ശക്തിയായി മാറുകയും ചെയ്തു. ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തെ തകർത്താണ് ബി.ജെ.പി. ജയിച്ചത്. ബംഗാളിലും മമതയ്ക്കെതിരെ കോൺഗ്രസും CPM-ഉം രംഗത്ത് വരും. ഇതിനൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുകയും ചെയ്താൽ ബംഗാളും പിടിക്കാമെന്നാണ് പ്രതീക്ഷ. ഇതിന് സംഘടനയ്ക്ക് ശക്തി വേണം. അതിനു വേണ്ടിയാണ് ആർ.എസ്.എസ്. തലവന്റെ 10 ദിവസത്തെ സന്ദർശനം. ഇത്രയും അധികം ദിവസം നാഗ്പൂർ വിട്ട ആർ.എസ്.എസ്. തലവൻ മാറി നിൽക്കുക തന്നെ അത്യപൂർവമാണ്. മോഹൻ ഭാഗവതിന്റെ ബംഗാൾ സന്ദർശനം ഞായറാഴ്ച റാലിയോടെയാണ് സമാപിക്കുക. പൂർബ ബർധമൻ ജില്ലയിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്വയം സേവകർ ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം അഭിസംബോധന ചെയ്യും. റാലിക്ക് പശ്ചിമ ബംഗാൾ സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും കൊൽക്കത്ത ഹൈക്കോടതി റാലിക്ക് അനുമതി നൽകുകയുമായിരുന്നു. പരീക്ഷ നടക്കുന്ന സമയമായതുകൊണ്ട് പരീക്ഷാർത്ഥികൾക്ക് അസ്വസ്ഥതയുണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു സംസ്ഥാന പോലീസ് അനുമതി നിഷേധിച്ചത്. ഇതെല്ലാം ആർ.എസ്.എസ്. അനുകൂലത ബംഗാളിൽ സൃഷ്ടിച്ചെന്ന വിലയിരുത്തൽ പരിവാറിനുണ്ട്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മുന്നറിയിപ്പ് നൽകി ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി രംഗത്ത് വന്നിരുന്നു. ഡൽഹിക്ക് ശേഷം പശ്ചിമ ബംഗാളാണ് അടുത്തത് എന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞത്. ഡൽഹിയിൽ ഞങ്ങൾ വിജയിച്ചു, അടുത്ത വർഷം ബംഗാളിലെ ഊഴമാണ്. ഡൽഹിയിൽ താൻ പ്രചാരണം നടത്തിയ ബംഗാളി ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ ബി.ജെ.പി. വിജയിച്ചതായും അധികാരി പറഞ്ഞു. ഡൽഹിയിലെ ബംഗാളി ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഞാൻ പ്രചാരണം നടത്തി. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മോശമാണ്. അവർ ഡൽഹിയെ തകർത്തു. ഡൽഹിയിലെ മിക്ക ബംഗാളി പ്രദേശങ്ങളിലും ബി.ജെ.പി. അനായാസ വിജയം കണ്ടു. അത് ബംഗാളിലും ആവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബംഗാൾ ബി.ജെ.പി. അധ്യക്ഷനും എം.പിയുമായ സുകാന്ത മജുംദാറും സമാനമായ മുന്നറിയിപ്പാണ് നൽകിയത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ജനങ്ങളും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുമെന്നും ഡൽഹി ആവർത്തിക്കുമെന്നും സുകാന്ത മജുംദാർ പറഞ്ഞു. മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി. അതിനുള്ള പ്രചാരണങ്ങളാണ് അവർ പയറ്റുന്നത്. ആർ.എസ്.എസ്. പിന്തുണയുണ്ടെങ്കിൽ ഇത് സാധ്യമാകുമെന്നാണ് ബി.ജെ.പി. വിലയിരുത്തൽ. നന്ദി.